മലയാളം ബിഗ് ബോസ് സീസൺ 7 കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ച് അത്ര പോരാ എന്നാണ് പ്രേക്ഷകർ പലരും അഭിപ്രായപ്പെടുന്നത്. മൈൻഡ് ഗെയിം കളിക്കുന്ന ആരും ഇല്ലെന്ന് തന്നെ തമാശകളില്ലെന്നും ഏതു നേരവും പൊട്ടിത്തെറിയും ചീത്തവിളിയുമാണെന്നാണ് അഭിപ്രായം. ഗെയിം മാറ്റാനായി ബിഗ് ബോസ് 5 വൈൽഡ് കാർഡുകളെ ഇറക്കി. 3 പേർ ഇതിനകം തന്നെ പുറത്താകുകയും ചെയ്തു. ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റുകളായി എത്തിയ റിയാസയും അടക്കം 3 പേർ വന്നിട്ടും കാര്യമുണ്ടായില്ലെന്ന് പറയുന്നവരുമുണ്ട്. അതിനിടെ ബിഗ് ബോസ് മലയാളം ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്വിസ്റ്റ് നടക്കാൻ പോവുകയാണെന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇനിയും വൈൽഡ് കാർഡ് ഹൗസിലേക്ക് വരാൻ പോകുന്നു എന്ന ബിഗ് ബോസ് റിവ്യൂവർ അടക്കമുള്ളവർ പറയുന്നു. ഈ വൈൽഡ് കാർഡ് ഒരു സാധാരണ വൈൽഡ് കാർഡ് അല്ല. നിലവിൽ ബിഗ് ബോസിലുള്ള ഒരു മത്സരാർത്ഥിയുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡ് ചലഞ്ചറായി എത്തുന്നത് എന്നാണ് വിവരം. ബിഗ് ബോസ് വോട്ട് നിലയിൽ മുന്നിൽ നിൽക്കുന്ന അനുമോളുടെ മുൻ കാമുകനാണ് വൈൽഡ് കാർഡായി എത്താൻ പോകുന്നത് എന്നാണ് അൻസിഫ് പറയുന്നത്. അനുമോൾ തന്നെ തൻ്റെ മുൻ റിലേഷൻഷിപ്പിനെ കുറിച്ചും ബ്രേക്കപ്പിനെ കുറിച്ചും ബിഗ് ബോസ് വെച്ച് ചില സൂചനകൾ സുഹൃത്തുക്കളായ മറ്റു മത്സരാർത്ഥികളോട് പങ്കുവച്ചു. എന്നാൽ ഇതിനെക്കുറിച്ച് ജീവിതകഥ പറയേണ്ട ടാസ്കിലടക്കം അനുമോൾ തുറന്ന് സംസാരിച്ചില്ല. നേരത്തെ അനുവിനോടൊപ്പം അഭിനയിച്ച് ജീവനാണ് വൈൽഡ് കാർഡായി എത്തുന്നത് എന്നാണ് വിവരം. ജീവൻ അനുമോളുടെ മുൻ കാമുകനാണോ എന്ന് ഉറപ്പില്ലെന്ന് പറയുന്നു വീഡിയോയിൽ പറയുന്നുണ്ട്. മൈ ബോസ് സിനിമയിൽ ശ്രദ്ധേയമായ ജീവൻ നിരവധി സീരിയലിലും അഭിനയിച്ചിട്ടുള്ളതാണ്. സാധാരണ ബിഗ് ബോസ് ചാലഞ്ചായി എത്തുന്ന മുൻ സീസണിൽ വന്നിട്ടുള്ളവരാണ്. എന്നാൽ ഹിന്ദി ബിഗ് ബോസിലടക്കം മത്സരാർത്ഥിയുടെ മുൻ കാമുകനെയോ കാമുകിയൊക്കെ 2-3 ആഴ്ചയിലേക്ക് കൊണ്ടുവരാറുണ്ട്. സമാനമായ രീതിയിലാണ് ജീവനെ കൊണ്ടുവരാൻ പോകുന്നത് എന്നാണ് വിവരം. 28-ാം തീയതി മുതൽ ജീവൻ അഭിനയിക്കുന്ന ഹാപ്പി കപ്പിൾസ് എന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ വരാൻ പോകുകയാണ്. അതിൻ്റെ പ്രൊമോഷൻ കൂടി ഭാഗമായിട്ടാണ് ജീവൻ ബിഗ് ബോസിലേക്ക് വരുന്നത് എന്നും വിവരമുണ്ട്. ഒരാഴ്ചയെങ്കിലും ജീവൻ ചലഞ്ചറായി ബിഗ് ബോസിൽ ഉണ്ടായേക്കാം.